ബറാത്ത് ദിവസം വീട്ടമ്മമാർക്ക് നല്ല പണിയായിരിക്കും അല്ലേ? അതേപോലെ തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ എന്താക്കുന്നത്, ഒന്ന് തുടച്ച് മിനുക്കുന്നതാണ് കേട്ടോ. പോരാ, തുടവങ്ങ് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലേക്ക് അങ്ങ് കിടക്കാലോ എന്നുള്ള ധാരണയിൽ വേഗത്തിൽ തുടക്കുന്നതാണ്. അപ്പോൾ എൻ്റെ പൊന്നു കൂട്ടുകാരോട് എനിക്കൊരു കാര്യമുണ്ട് പറയാൻ. എന്താ എന്നല്ലേ, ആളുടെ പേരും ആ ചോദ്യം ഞാൻ ഒന്നും കൊടുക്കുന്നില്ല ഇവിടെ. ഞാൻ ജസ്റ്റ് പറഞ്ഞു വിടുന്നത്. ഞാൻ യൂട്യൂബിൽ വന്നിട്ട് ഇത്രയായി എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും, എന്നെ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് ടൈമിലെല്ലാം ചോദിച്ചിരുന്നൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് വേറെ പണിയില്ല ഇത്ത എന്ന് ചോദിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നാൾ അതവിടെ നിർത്തി വെച്ചിട്ട് ഇപ്പോൾ അതാ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേറെ പണിയില്ലേ. അപ്പോൾ ആ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമാണ്. നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതിൻ്റെ വേറൊരു മുഖമാണ് ഞാൻ ചെയ്യുന്ന ജോലി. ഈ യൂട്യൂബിൽ നിന്ന് നമ്മൾക്ക് വരുമാനം യൂട്യൂബ് മുതലാളി തരുന്നുണ്ടെങ്കിൽ ഇതും ഒരു ജോലിയാണ് കേട്ടോ. ഇത് ഒരു ജോലി തന്നെയാണ്. കാരണം വീഡിയോസ് ഇട്ടിട്ട് യൂട്യൂബിൽ നിന്നും ഒരു 10 രൂപ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? കഷ്ടപ്പെടണം, അത്രയും കഷ്ടപ്പെടണം. യൂട്യൂബിൽ വന്നിട്ട് വീഡിയോ ഇട്ടിട്ട് റീച്ചായിട്ട് മോണിറ്റൈസേഷൻ ആയിട്ട് ഒരു 10 രൂപ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ പോയിട്ട് ജോലിയെടുത്ത് വൈകുന്നേരം ആവുന്ന അത്ര ഈസി അല്ല കേട്ടോ ഇത്. അപ്പോൾ അതിന് ഇറങ്ങി തിരിച്ചവർക്ക് അറിയാം അതിൻ്റെ വിഷമം എന്താണ് എന്നുള്ളത്. പിന്നെ പൊതു പ്ലാറ്റ്ഫോമാണ് അല്ലേ, അപ്പോൾ അതിൽ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നല്ല രീതിയിലാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോ, എനിക്ക് പ്രശ്നമില്ല. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഏത്? ഞാനൊരു യൂട്യൂബറാണ്. എൻ്റെ വിശേഷങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ റിയാക്ട് വീഡിയോ ആയിക്കോട്ടെ, അങ്ങനെ ഞാൻ ഓരോ വിശേഷങ്ങളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ അപ്ഡേഷൻ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക, അതിലൂടെ ഞാൻ ഏൺ ചെയ്യുക, അതൊക്കെ തന്നെയാണ് ഒരു യൂട്യൂബറുടെ ലക്ഷ്യം. അപ്പോൾ അതിന് ഒരു ഉത്തരം ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും നിങ്ങളിങ്ങനെ ചോദ്യം തുടർന്നു പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതോട് കൂടിയിട്ട് ഞാൻ നിർത്തുകയാണ്, പറയൽ ഞാൻ നിർത്തുകയാണ്. കാരണം ഇതാണ് എൻ്റെ ജോലി. ഞാൻ യൂട്യൂബറാണ്. ഞാൻ ഇനിയും ഈ ജോലി തുടർന്ന് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. നല്ലവരായ എൻ്റെ കൂട്ടുകാർ എന്നെ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഞാൻ ഈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് വിളിമ്പി ഉണ്ട്. നിങ്ങളെ നാട്ടിൽ പലമാതിരി പേരാണല്ലേ ഇതിന്. അപ്പോൾ അത് കുറച്ചങ്ങ് അധികം പറിച്ചു കേട്ടോ. അത് ഫുള്ളായിട്ടൊന്നും എടുക്കൂല, ഇതിൻ്റെ കുറച്ചേ എടുക്കുള്ളൂ. ഇന്നൊരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. മക്കൾക്ക് സ്കൂളിൽ കൊടുത്തയക്കാനും എന്താ പറയുക, ചോറിൻ്റെ ഒക്കെ നമുക്ക് സൈഡിന് വെച്ചിട്ട് കഴിക്കാനും എല്ലാത്തിനും നല്ലതാണ്. നല്ല അടിപൊളിയാണ്. നമ്മൾ പീടിയെന്ന് അച്ചാറൊന്നും വാങ്ങേണ്ടിയില്ല കേട്ടോ. ഇതെല്ലാം ഒന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിച്ചാൽ പുറത്തുനിന്ന് അച്ചാർ ഐറ്റംസ് ഒന്നും വാങ്ങേണ്ടിയില്ല. അപ്പം ഇന്ന് ഞാൻ എന്ത് ചെയ്തു, നാളെ നോമ്പെടുക്കണ്ടേ, അപ്പോൾ അത്താഴത്തിന് എണീക്കുമല്ലോ. അന്നേരം ഇത് അങ്ങ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി നമ്മൾ അത്താഴത്തിന് എണീക്കുമ്പോൾ ചോറ് കഴിക്കണമെങ്കിൽ ഇത് ഒരു ഭാഗത്ത് ഉണ്ടായാൽ വേഗം ഷടേന്ന് പറഞ്ഞിട്ട് ചോറ് അങ്ങ് കഴിക്കും അല്ലേ. അങ്ങനെ ഇത് ഫുള്ള് എടുക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, പകുതി എടുത്തിട്ട് ആ ഒരു ഉരുളിയിൽ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളങ്ങൾ ചേർത്തേണ്ടിയില്ല. ഒരു തുള്ളി വെള്ളം ചേർത്തണ്ട, അതിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ വിളമ്പി. അതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക, വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു തുള്ളി വെള്ളം അതിലില്ല എന്നുള്ളത് കേട്ടോ. അപ്പം അങ്ങനെ തീയെല്ലാം കത്തിച്ച് ഉപ്പെല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ എന്താ ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടാവുമായിരിക്കും, പക്ഷെ അറിയാത്ത ആൾക്കാർക്കാണ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ, അറിയാത്തവർക്കാണ്. ഇത് അറിയാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അല്ലേ. വിമർശനങ്ങളെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഞാനങ്ങനെ ദേഷ്യം പിടിച്ചിട്ടൊന്നുമല്ല പറയുന്നത്. പിന്നെ ജോലി എന്താണ് എന്ന് ചോദിക്കുന്നവരോടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ മാത്രമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പറയട്ടെ, നമ്മൾ വിമർശനങ്ങൾ നല്ല രീതിയിൽ എടുക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ചില സമയത്ത് ഞാൻ ചിരിച്ചു പോകും കേട്ടോ. നിങ്ങൾ വിചാരിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുമോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. ഒന്നുമില്ല. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം, എന്തുണ്ടെങ്കിലും നിങ്ങൾ പറയണം. അതെല്ലാം നിങ്ങൾക്ക് വിട്ടു തന്നതാണ് കാരണം നിങ്ങൾ നമ്മുടെ പ്രേക്ഷകരാണ്, നമ്മളെ ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തുറന്നടിച്ച് പറഞ്ഞു.
പിന്നെ അതിലേക്ക് ഞാൻ ചേർത്തി കൊടുക്കുന്നത് ഉലുവ കടുക് ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എന്താക്കുന്നത് നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് പൊടിച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ വിളുമ്പിൻ്റെ ഇതെല്ലാം സെറ്റാക്കിയിട്ട് മൂടി വെച്ചിട്ട് വേപ്പിച്ചെടുക്കുന്ന കേട്ടോ. എൻ്റെ മക്കളെ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒന്നല്ല കുറച്ചും കൂടിയും കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ലോണം വെള്ളം വന്നിട്ട് വെല്ലം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 കിലോ വെല്ലം ചേർത്തി കൊടുത്തിനെ. നോക്കി അടിയിൽ ഇപ്പം തന്നെ വെള്ളം ഇങ്ങനെ ഊറി വരുന്ന കാണുന്നുണ്ടാ. ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്ക് ഇത് ഇത്ര വെള്ളം പറയണ്ടേ. എന്നിട്ട് ആ വെള്ളം അത്യാവശ്യം വറ്റുന്നവരെ നമ്മളൊന്ന് കാത്തു നിൽക്കണം കേട്ടോ. ആ വെല്ലം ഉണ്ടല്ലോ ആ വിളുമ്പിൻ്റെ നീരിൽ തന്നെ കടന്നിട്ട് ഇങ്ങനെ അലിഞ്ഞില്ലാണ്ടായിപ്പോയി. അപ്പോഴത്തേക്ക് ഞാൻ നമ്മൾ ആ ഉലുവയും കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചിട്ട് വരാം. നോക്കിയാ ഞാൻ പറഞ്ഞില്ലേ അതിശയിച്ചു പോയി ഇത്രയും വെള്ളയിൽ. അപ്പം അതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും അങ്ങ് ചേർത്തി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. എന്തൊരു ടേസ്റ്റാണെന്നറിയോ. മക്കൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഇനിയിപ്പോൾ തുടർന്നു നമ്മളെ റമദാൻ മാസമൊക്കെ അല്ലേ വരുന്നേ. ഇതെല്ലാം കുപ്പിയിലാക്കിയിട്ട് അടച്ചു വെച്ചാൽ നമുക്ക് അത്താഴത്തിനൊക്കെ എടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇന്ന് പിന്നെ ഒരു മധുരമാക്കുന്ന പരിപാടി ഉണ്ടല്ലേ ബറാത്തിന്. അപ്പം അതും കൂടി ഇതിലൊന്ന് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുട്ടികൾക്ക് പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് കുറച്ച് കൂടുതൽ ആക്കി കൊടുക്കണം. പിന്നെ അത് കുറച്ച് വെള്ളത്തിലായാലും വെള്ളം നീട്ടിയിട്ടായാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പായസം അങ്ങനത്തെ എല്ലാം ഞാൻ ആക്കുമ്പോൾ കുറച്ച് വെള്ളത്തോടെ ഞാൻ ആക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. വെള്ളം കുറവുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, വെള്ളം കുറച്ചിട്ടാക്കുക. അങ്ങനെ കുറുന്നനെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ അതങ്ങനെ ഞാൻ ആക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങളെ ഇഷ്ടത്തിനും ആക്കിക്കോ കേട്ടോ. അപ്പം അങ്ങനെ അതെല്ലാം സെറ്റായി. ഞാൻ എന്താക്കുന്നത് കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് ഇതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുത്താൽ ഇത് സെറ്റായി. പിന്നെ അതിലൊന്ന് ഇരുന്നിട്ട് അങ്ങ് തണിഞ്ഞ് വന്നിട്ട് നമ്മളൊന്ന് കഴിച്ച് നോക്കിയാൽ എന്താ രസം എന്ന് വെച്ചിട്ടാ. ഓക്കെ വറ്റിയില്ലേ, നല്ലോണം വറ്റി വന്നില്ലേ. ഇതൊന്ന് തണിയും കൂടി ചെയ്താൽ നല്ല ജാമ് പോലെ ഉണ്ടാവും കേട്ടോ. ആ ഒരു വിളുമ്പി വട്ടത്തിൽ മുറിച്ചതൊന്നും കാണുന്നില്ല. എല്ലാം അങ്ങ് അലിഞ്ഞു പോയിക്ക്. ഇതപ്പോൾ ഞാൻ പിടിക്കറി ആക്കണ്ടിട്ടാണ് മക്കളെ. പത്തിരിപ്പൊടിയാണ്. മക്കൾ സ്കൂളെല്ലാം വിട്ട് വന്നിക്ക് ഒരുത്തി നിന്ന് നോക്കുന്നുണ്ട്. പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പത്തിരിക്ക് വാട്ടൂലേ അതേപോലെ കുറച്ച് ഒരു ഗ്ലാസ് പൊടി എടുത്തിട്ട് തിളച്ച വെള്ളത്തിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് എന്താക്കുന്നത് വാട്ടിയെടുക്കുന്ന കേട്ടോ. അപ്പം അതങ്ങനെ വാട്ടിയെടുത്തിട്ട് നല്ലോണം കുഴച്ചിട്ട് കുഞ്ഞി ബോൾസ് അല്ല കുറച്ച് നീട്ടിയിട്ട് ആക്കിയിട്ട് ഉരുട്ടിയിട്ട് കൊടുക്കുക. പിടി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ. അപ്പം അതങ്ങനെ ആക്കണം. കുട്ടികളെ ഇപ്പം ദർസിൽ പറഞ്ഞേക്കണം. ഫുള്ള് തിരക്കാന്ന്. ബറാത്തായിട്ട് ഇവിടെ ദർസൊക്കെ ഉണ്ട്. ദർസിന് അങ്ങനെ എന്താ ലീവൊന്നുമില്ല. എക്സാമും അല്ലേ, എക്സാമും അടുത്തല്ലോ. ചൂടോടെ തന്നെ കുഴക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിച്ച് പോകാൻ സാധ്യത ഉണ്ട്. പിന്നെ ശരിയായി കിട്ടൂല. അപ്പം അതുകൊണ്ട് വേഗത്തിൽ തന്നെ അങ്ങ് കുഴച്ചെടുത്താൽ നമ്മൾ പിന്നെ മക്കളും കൂടിയേ ഇതിങ്ങനെ ഉരുട്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക്. ചപ്പാത്തി പരത്തി തരിക, ചപ്പാത്തിക്ക് ഉരുള ഉരുട്ടി തരിക, ഇതെല്ലാം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവർ സ്കൂളിട്ട് വന്നിട്ട് ഇതെല്ലാം ഉരുട്ടി എല്ലാം സെറ്റാക്കി ഞങ്ങളിത് അടുപ്പത്തും വെച്ചിട്ട് അങ്ങ് മദ്രസയിൽ കുട്ടികളാക്കാനും പോയി കേട്ടോ. ഞാൻ അതെല്ലാം അങ്ങ് അടുപ്പത്തെല്ലാം കയറ്റിയിട്ട് വന്നപ്പോഴത്തേക്കെല്ലാം വെന്ത് അടിപൊളിയായിട്ടെല്ലാം വന്നിനെ. എല്ലാവരും പറയും വീഡിയോ എടുക്കുമ്പം ചില യൂട്യൂബേഴ്സ് പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ, മടുപ്പ് വരുന്നുണ്ട് അങ്ങനെയെല്ലാം പറയും. മാഷാ അല്ലാ എനിക്ക് എന്താ എന്നറിഞ്ഞൂടെ കൂട്ടുകാരെ, എനിക്ക് ഭയങ്കര ഇഷ്ടം, ഭയങ്കര ത്രില്ലാണ്. ഓരോ വീഡിയോസ് ഞാൻ എടുക്കുന്ന സമയത്തും ഭയങ്കര ഒരു ത്രില്ലാണ്. എനിക്ക് ഇതുവരെ ഒരു മടുപ്പ് അങ്ങനെ വീഡിയോസ് എടുക്കണമല്ലോ, ഇത് ചെയ്യണമല്ലോ, എനിക്ക് എഡിറ്റ് ചെയ്യണമല്ലോ, അപ്ലോഡ് ചെയ്യണമല്ലോ, കുറച്ച് പണിയുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഫീലിങ്സേ ഉണ്ടായിട്ടില്ല. ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ് ഇതെൻ്റെ കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിയാണ് ഈ യൂട്യൂബർ എന്നുള്ളത്. ഇനി വേറെ ഒരു ജോലി എടുക്കാനും എനിക്ക് താല്പര്യമില്ല.
എൻ്റെ വിശേഷങ്ങളായാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ നല്ല കുഞ്ഞൊരു യൂട്യൂബറായിട്ട് പോകാനാണ് എനിക്ക് താല്പര്യം കേട്ടോ. അതിന് എൻ്റെ നല്ലവരായ കൂട്ടുകാർ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് ഞാൻ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ നെഗറ്റീവ്സ് വരുന്നതിനെ കൊണ്ടും ഒന്നും പ്രശ്നമില്ല. കാരണം ആൾക്കാർ പല വിധമാണല്ലേ. നമ്മളിപ്പോൾ ഒരാളെ നേരാക്കിയാൽ നേരാവില്ല. നമ്മളിപ്പം എൻ്റെ ഉമ്മ പറയുന്ന പോലെ ഉമ്മ പറയും, ഒരാളെ അടിച്ചിട്ട് നീ എന്നെ സ്നേഹിക്കടാ, നീ എന്നെ ഇഷ്ടപ്പെടടാ, അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റൂല. അവർ മനസ്സുകൊണ്ട് അവർ നമ്മളെ ഇഷ്ടപ്പെടണം അല്ലേ. അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടാൻ എന്താ ചെയ്യുക, നമ്മൾ നല്ല വീഡിയോസായിട്ട് വരിക, അത്രയൊക്കെയുള്ളൂ. ഞാനങ്ങനെ ഒന്നും അഭിനയിച്ച് നിങ്ങളോട് കാണിച്ചു തരുന്നില്ല. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, അഭിനയിച്ച് പറയുന്നില്ല. ഞാൻ എന്താണോ അതാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത് കേട്ടോ. എനിക്ക് അങ്ങനത്തെ അഭിനയം ഭാഷയല്ല കൂട്ടരെ. അപ്പോൾ ഇത് കടലക്ക പരിപ്പാണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി ഞാനിവിടെ ഒന്ന് ജസ്റ്റ് വേവിച്ചിട്ട് വെച്ചതാണ്. പിടിയെല്ലാം അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. കടലക്ക പരിപ്പ് ഞാൻ എന്താക്കി എടുത്തിട്ട് അങ്ങ് മാറ്റി വെക്കുന്ന, വെന്തിട്ട് കുറച്ച് വെള്ളത്തിൽ വേവിച്ച. അപ്പോൾ ഞാൻ ഈ കുക്കറിൻ്റെ അകത്ത് തന്നെയാണ് ഇവിടെ പിടിക്കറിയുന്ന കേട്ടോ പറയുക ഇനി. അപ്പോൾ പിടിക്കറിയിലാക്കുന്നത്, അതിലേക്ക് ഒരു തേങ്ങയാണ്. ഇതിൻ്റെ പാലെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എന്താക്കുന്നത്, മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് ഇതിൻ്റെ പാലും ഇങ്ങെടുക്കുക. പിന്നെ അത്രയേ ഉള്ളൂ പണി. അതൊന്ന് പിടിയൊന്ന് വേപ്പിക്കുക, കടലൊക്കെ പരിപ്പ് ഒന്ന് വേപ്പിക്കുക, പിന്നെ ഈ തേങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കുക. അത്രയേ ഉള്ളൂ, വേഗം തീരുന്ന പണിയാണ്, പെട്ടെന്ന് ആക്കാൻ പറ്റും. പിന്നെ ഈ പിടിക്കറി അധികം ബറാത്തിന് മാത്രം ഇവിടെ ഉണ്ടാക്കുക കേട്ടോ. എന്തൊരു പായസമാണെങ്കിലും നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം അല്ലേ. പിന്നെ ഏലക്കായ ഒന്ന് ചതുക്കിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, കുറച്ചധികം വെള്ളം ഞാൻ തേങ്ങാപ്പാലിൻ്റെ ഒക്കെ കുറച്ചധികം വെള്ളം കൂട്ടിയിട്ടുണ്ട്. ഈ മക്കൾക്ക് ഇവിടെ അതിങ്ങനെ കോരി കുടിക്കണം കേട്ടോ. കുറുന്നനെ ഇഷ്ടമല്ല. ഇവിടെ അധിക പേരും കുറുന്നനാക്കുന്നവരാണ്. ഞാൻ എടുത്ത് പറയുന്നതാണ് നിങ്ങളോട്. ഇത് ഞാനിവിടെ മനഃപൂർവ്വം കുറച്ച് വെള്ളത്തോടെ ആക്കിയത് തന്നെയാണ് കേട്ടോ. അത് പിന്നെ തണിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കുറുന്നനായിട്ട് വരും ചെയ്യും. ചൂടോടെ ഇങ്ങനെ കാണുന്ന പോലെയല്ല. അപ്പം ഞാൻ വിചാരിച്ചു മക്കളെ ഇഷ്ടത്തിന് കുറച്ച് വെള്ളം അങ്ങ് ആവട്ടെ, അവരെ ഇഷ്ടമല്ലേ എന്നും വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് വെള്ളത്തിലാക്കി. ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കേണ്ടത് കടലക്ക പരിപ്പാണേ. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ ഉപ്പെല്ലാം ഇട്ട് കൊടുത്ത് ഏലക്കായ എല്ലാം ഇട്ട് കൊടുത്ത് ഫസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് കടലക്ക പരിപ്പ്. ഒന്ന് തിളക്കാനായ ശേഷം എന്താക്കുന്നത്, പിടി അങ്ങ് ഇട്ട് കൊടുക്കുന്ന കേട്ടോ. വേവിച്ച് വെച്ചതാണ് ഞാൻ. ആ പിടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് തിളക്കാൻ കാത്തു നിൽക്കുക കേട്ടോ. ഇവിടെ ബറാത്തിന് മാത്രമേ ഇത് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. പിന്നെ കുട്ടികളെപ്പെങ്കിലും ഇങ്ങനെ പൂതി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആക്കി കൊടുക്കും. അപ്പോൾ ബറാത്തിൻ്റെ പിടിക്കറിയാണേ ഇത്. ഇതൊന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് മക്കൾ നോമ്പെല്ലാം എടുക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഒരു ത്രില്ലാണ് അവർക്ക്. നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ എന്നോട് പറയൂ, ഉമ്മ ഒരുപാട് സാധനങ്ങൾ ആക്കിത്തരും നോമ്പ് തുറക്കുക എന്ന് പറയുവേ. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അത്താഴത്തിന് എണീക്കുന്നത്, അന്നേരം ഭക്ഷണം കഴിക്കുന്നത് എല്ലാം ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുക, വെല്ലമൊന്നുമല്ല, പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് 6 kg നെയ്യും അങ്ങ് ഒഴിച്ചു കൊടുത്താൽ കഴിഞ്ഞു പണി. ഇത്രയേ ഉള്ളൂ. ഇതിൽ അണ്ടിപ്പരിപ്പ് കിസ്മിസ് ആ വക ഐറ്റംസ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മാഹി പിടിക്കറി ഇവിടെ റെഡി ആയിരിക്കുന്നു ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ എനിക്ക് നിങ്ങളോട് എടുത്ത് പറയാനുള്ളത്, ഒരു ഛേദമില്ലാത്തൊരു ഉപകാരമല്ലേ, ഒന്ന് എൻ്റെ വീഡിയോ കാണുമ്പോൾ എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. എന്തെങ്കിലും കുത്തിക്കുറിച്ചിട്ട് ഒരു കമൻ്റ് ഇടുക. പിന്നെന്താ, എൻ്റെ ജോലി ഇതായി പോയില്ലേ കൂട്ടുകാരെ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയറും ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണം ഒന്ന് അടിച്ച് പൊട്ടിക്ക്. എൻ്റെ കുഞ്ഞു മോക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വേഗത്തിൽ തന്നെ ഞാൻ കൊടുക്കുന്ന കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിസ്കരിക്കണം, ഓതണം, എല്ലാ പണിയുണ്ട്. അപ്പോൾ എൻ്റെ പൊന്നു കൂട്ടുകാർക്ക് ബറാഅത്ത് രാവ് ആശംസകൾ കേട്ടോ. എല്ലാവർക്കും അള്ളാഹു ഹൈറാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.